ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഒരു റിയൽ കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. 1. ഇമോഷണൽ സേഫ്റ്റി. നിങ്ങൾക്കിടയിൽ ഇമോഷണൽ സേഫ്റ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിയൽ കണക്ഷൻ ആണ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അവരുമായിട്ട് ആ ഒരു കണക്ഷൻ ആണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം ഒരു ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഭയമാണ്, പേടിയാണ് പറയാനെന്നുണ്ടെങ്കിൽ അവിടെ ഇമോഷണൽ സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പറയണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ പറയാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയി പറയുമ്പോഴും ഒക്കെ അവിടെ ആ റിലേഷൻഷിപ്പിൽ പ്രശ്നം സംഭവിക്കും. പക്ഷേ കുറച്ച് ടൈം എടുത്താണെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു കാര്യം അവരോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തോന്നലുകൾ, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് പറയാൻ നമുക്കൊരു ഭയമില്ല. ബിക്കോസ് നമ്മൾ പറയുന്ന കാര്യം ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് റിയൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള 1ാമത്തെ സ്റ്റെപ്പ്. ഇനി 2ാമത്തെ ഒരു കാര്യമാണ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒരുപാട് ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും, ഇഷ്ടക്കേടുകളും അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും 1ഓ 2ഓ കാര്യത്തിലൊക്കെ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. അതായത് രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ബിക്കോസ് എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ടും 2 ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലൊക്കെയാണ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കൂടുതൽ, എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ മ്യൂച്വലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ടൈം കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനു കൂടി ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2ാമത്തെ ഒരു കാര്യം. ഒരു റിയൽ കണക്ഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ. നെക്സ്റ്റ്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ല എന്നാണ് ആൻസർ എങ്കിൽ നിങ്ങളുടെ എഫേർട്ട് ബാലൻസ് ചെയ്യുക. അതായത് ഒരു വ്യക്തി മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഓൾ റിലേഷൻഷിപ്പ് ഒരു വ്യക്തിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആയിട്ട് വരും ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത്. പക്ഷെ രണ്ടുപേരും ഒരുപോലെ ആ റിലേഷൻഷിപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ അത് ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. മാത്രമല്ല അവിടെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാനും സാധിക്കും. അത് നിങ്ങൾക്ക് ഒരു റിയൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 4. റെസ്പെക്ട്ഫുൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അത് സെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. കാരണം റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഒരു പേഴ്സൺ അല്ലേ, അല്ലെങ്കിൽ ഞാൻ അത്രയും സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള കുറച്ച് പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. അതൊന്നും സെറ്റ് ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബൗണ്ടറി നിങ്ങൾക്കിടയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് രണ്ടുപേരുടെയും ഇമോഷൻസ് കൃത്യമായി മനസ്സിലാക്കാനും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എഗ്രീഡ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി റെസ്പെക്ട്ഫുള്ളി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ഒരു റിയൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഈ 4 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ആയിട്ട്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിയൽ കണക്ഷൻ
കണക്ഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാം. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്